നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കനത്ത മഴയിൽ വലഞ്ഞ് ഉത്തരേന്ത്യ. രാജസ്ഥാനിൽ പ്രളയ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ജലനിരപ്പ് 5 മുതൽ 6 അടി വരെ ഉയർന്നിട്ടുണ്ട്. ഇതോടെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ പോലും സാധിക്കാതെ വലയുകയാണ് സാധാരണ ജനം. അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് രാജസ്ഥാനിലാണ്. 2 ദിവസങ്ങളായി സംസ്ഥാനത്ത് 16 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശനിയാഴ്ച 2, ഞായറാഴ്ച 14. കരൌലി ജില്ലയിൽ ഞായറാഴ്ച 38 സെന്റിമീറ്റർ അസാധാരണമായ കനത്ത മഴ രേഖപ്പെടുത്തി. പ്രധാന മാർക്കറ്റും മുനിസിപ്പൽ കൌൺസിൽ ഓഫീസും ഉൾപ്പെടെ ഹിൻഡൌണിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായതായി കരൌലി ജില്ലയിലെ ബാധിത പ്രദേശത്ത് നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹയർ സെക്കൻഡറി സ്കൂളിനെയും വെള്ളം കയറി ബാധിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താനോ അഭിസംബോധന ചെയ്യാനോ രാഷ്ട്രീയ പ്രതിനിധികളോ ഭരണപ്രതിനിധികളോ എത്തിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ നിരാശ പ്രകടിപ്പിച്ചു. വെള്ളപ്പൊക്കം പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രായമായവരെയും കുട്ടികളെയും സാരമായി ബാധിച്ചു. ഒരാശ്വാസം ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ 3 ദിവസങ്ങളായി പെയ്ത കനത്ത മഴയിൽ ഞങ്ങൾ കടുത്ത പ്രശ്നത്തിലാണെന്നാണ് അവിടെയുള്ള ഒരു നിവാസി പറഞ്ഞിരിക്കുന്നത്. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വീടുകളും സാധനങ്ങളും നശിച്ചു. മഴവെള്ളം വീട്ടിൽ കയറിയതിനാൽ സാധനങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. ഞങ്ങളെ സമീപിക്കാൻ ഭരണപക്ഷം ഒരു ശ്രമവും നടത്തിയിട്ടില്ലെന്ന് മറ്റൊരു താമസക്കാരനും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത മഴ ലഭിക്കുമെന്നും ജയ്പൂരിലെ പ്രാദേശിക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയും നേരത്തെ ഇത് സൂചിപ്പിച്ചിരുന്നു. കനത്ത വെള്ളക്കെട്ട് കാരണം ജയ്പൂരിലെയും സവായ് മധ്യോപൂരിലെയും സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്ന് 10 ജില്ലകൾക്കാണ് അലേർട്ട് നിലനിൽക്കുന്നത്. അടുത്ത 3 മണിക്കൂറുകളിൽ കേരളത്തിലെ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓഗസ്റ്റ് 16 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള പുതുക്കിയ മഴ സാധ്യതാ പ്രവചനത്തിൽ വിവിധ ജില്ലകളിൽ വകുപ്പ് ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓറഞ്ച് അലേർട്ട് ഉള്ളത് ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, നാളെ എറണാകുളം, ഇടുക്കി ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. യെല്ലോ അലേർട്ട് ഇന്ന് കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്. 15/8/2024 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, വയനാട്. 16/8/2024 മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്നും കേരളത്തിലുള്ള ജനങ്ങളോട് കേന്ദ്രം അഭ്യർത്ഥിച്ചിട്ടുണ്ട്.